ഇന്ന് 12:30 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗമുണ്ട്. ആ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരിട്ട് പങ്കെടുക്കാൻ ഒക്കാത്ത സഹാക്കൾ, അതിന് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഗൂഗിൾ മീറ്റിൽ കൂടിയാലും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 12:30 കൂടുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിന്മേൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം അവിടെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുന്നണി മര്യാദകൾ ഒട്ടും CPM പാലിച്ചില്ലെന്നൊക്കെ വിലയിരുത്തലുണ്ടോ? അല്ല, അത് ചർച്ച വരട്ടെ. 12:30 ചർച്ച ചെയ്യുമല്ലോ. 12:30 ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോഴേ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ പറയുന്നില്ല. അതാണല്ലോ നയപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ്. അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം. അതിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിന്മേൽ പ്രതികരിക്കാം. ഈ CPM ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഒരു ചർച്ചയും കൂടെ ഒരു ഒപ്പിടലേക്ക് കാര്യങ്ങൾ പോയത്. ഇതൊരു തരത്തിൽ CPM അപമാനിക്കുന്ന നിലപാടല്ലേ CPI? അല്ല, അങ്ങനെയാണെങ്കിൽ CPM ജനറൽ സെക്രട്ടറി അല്ലേ അപമാനിക്കുന്നത്? CPI അല്ലല്ലോ. CPM ജനറൽ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടുന്ന CPM ജനറൽ സെക്രട്ടറി അല്ലേ. CPIയുടെയും CPMൻ്റെയും ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസ്സുകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നയത്തെ എതിർക്കുന്ന രണ്ട് പാർട്ടികളും നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് സെക്രട്ടറി അങ്ങനെ ഒരു MOUവിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് അതിന്മേൽ തീരുമാനം ഉണ്ടാവും. നയത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിച്ച ഒരു സർക്കാരിന്റെ CPIക്ക് അതിന്റെ ഭാഗമാകുന്നത് അല്ല, അതിപ്പം നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നതല്ല. ഇടതുപക്ഷ നയം അതുപോലെ നടപ്പിലാക്കാൻ ചിലപ്പം ഗവൺമെൻറ്റിന് കഴിഞ്ഞെന്ന് വരികയില്ല. അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടുന്നതാണ്. അതിന്മേൽ തീരുമാനം എടുക്കേണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന LDFൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. ഗവൺമെൻറ്റിനെ നയിക്കുന്നതും ആ LDFൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. LDFൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി അത് ചർച്ച ചെയ്തിട്ടാണ് നയപരമായ അത്തരം കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, അല്ലാതെ നേരിട്ടുള്ള അതിപ്പം അങ്ങനെ വന്ന ആരൊക്കെ അപമാനിച്ചു എന്നുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യണ്ടേ. ഇപ്പം അതില്ല, ആ വിഷയമില്ല. അപമാനിക്കപ്പെട്ടു എന്നുള്ള നിലയിലുള്ള തോന്നലൊന്നുമില്ല. അത് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതതിൻ്റെ ഉചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. അതാ ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായിട്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ പാടില്ലാത്ത നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥരല്ല. അതായത് CPI കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തീരുമാനത്തിലേക്ക് പോകാമെന്ന് CPM തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒപ്പിടലുണ്ടായത്. അങ്ങനെ ഞാൻ ഇപ്പം വിശ്വസിക്കുന്നില്ല. ചർച്ചകൾ വരട്ടെ. നയമാറ്റം വളരെ പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലടക്കം CM ഡൽഹിയിലേക്ക് എത്തുകയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. അപ്പം ഇതെല്ലാം ഇതിലൊരു ഗൂഢാലോചനയും അങ്ങനെ ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷമല്ല. പ്രതിപക്ഷം ആരോപിച്ചോട്ടെ. ഞാൻ എന്തായാലും ഇപ്പം അങ്ങനെ ഒരു ആരോപണത്തിനില്ല. ഇത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അത് ചർച്ച വരട്ടെ. ഇന്ന് CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ യോഗം കൂടുകയാണല്ലോ. ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടുകയാണ്. ആ യോഗത്തിലെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിനടക്കം ബാധിക്കും. പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ശക്തമായി ഇതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം പോലെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ഇത്തരത്തിൽ ഒരു കരാറിൽ അദ്ദേഹത്തെ ഒരു ധാരണയിൽ ഒപ്പിട്ടൊരു സാഹചര്യം ഉണ്ടായത്. അതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് വിലയിരുത്തട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തണം. അതിനു മുമ്പ് CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തന്നെ കൂടുന്നുണ്ട്. ആ യോഗങ്ങളിലേക്ക് അത് വിലയിരുത്തിയതിന് ശേഷം നമുക്കൊരു തീരുമാനം പറയാം. 1500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്നതാണോ നയം? അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. 1500 1186 കോടിയാണ് SSKയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ തുകയുടെ കാര്യത്തിലൊന്നും തർക്കിക്കുന്നില്ല. 1186 കോടി രൂപ SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പം കിട്ടുന്ന സാമ്പത്തിക നേട്ടമല്ല ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുടെ വാദഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PM ശ്രീയിൽ കൂടി 60% സെൻറ്ററും 40% സംസ്ഥാന ഗവൺമെൻറ്റും. അതിൽ വരുന്നത് ഇനിയിപ്പോൾ ഒരു വർഷമേ ഉള്ളൂ. 336 സ്കൂളുകൾക്കും കൂടി എത്ര തുച്ഛമായ തുകയാണ് അതിൽ വരുന്നത്. അതിൻ്റെ 4 വർഷം കഴിയുകയും ചെയ്തു. അതുകൊണ്ട് അത് ആ എമൗണ്ട് അല്ല. പക്ഷേ ഗവൺമെൻറ് തരാനുള്ള കുടിശ്ശിക, SSK ഫണ്ടിൽ തരാനുള്ള കുടിശ്ശിക നേടിയെടുക്കുന്നതിന് എന്ത് വേണമെന്നുള്ളത് LDF ആണ് ആലോചിക്കേണ്ടത്. തമിഴ്നാട് ഗവൺമെൻറ് അതിനൊരു ലീഗൽ ഫൈറ്റിന് വേണ്ടി സുപ്രീം കോടതി പോയി. കേരളം എങ്ങനെ വേണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും LDFൻ്റെ യോഗത്തിലും
അതിനു മുമ്പ് രണ്ട് പാർട്ടികളുടെയൊക്കെ സെക്രട്ടേറിയറ്റ് നേതൃത്വ യോഗങ്ങളും കൂടും. അതിനുമേൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ നയങ്ങൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ടത് CPIയുടെ മാത്രം ഒരു കടമയായി മാറിയ സാഹചര്യം. അതുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് അതിന് കടമയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. CPI എന്തായാലും ആ നയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അറിയില്ല, അതെനിക്കറിയില്ല, അറിയില്ല. നേതാവ് കെ പ്രകാശ് ബാബു ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സെക്രട്ടേറിയറ്റിലെ CPIയുടെ സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPIക്ക് അപമാനമുണ്ടായോ എന്ന കാര്യമൊക്കെ തന്നെ ഇതിൽ ചർച്ച ചെയ്യും. തീരുമാനങ്ങളും നയവും അവിടെ എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.